194 ശ്രീ എം മുകേഷ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനാസഞ്ചാര വകുപ്പ് മന്ത്രി. സാർ ടേബിൾ ചെയ്യാം സാർ. യെസ്, താങ്ക് യു. ശ്രീ എം മുകേഷ്. സർ, പാലങ്ങളുടെ അടിഭാഗം ഉപയോഗപ്പെടുത്തി പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ആദ്യ പദ്ധതി കൊല്ലത്ത് വലിയ തരംഗമായി മാറിക്കഴിഞ്ഞു. ഇനി ഈ പദ്ധതി എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? യെസ് സർ, ഇന്ത്യയിൽ ആദ്യമായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പിൽ ഡിസൈൻ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളതുപോലെ പാലങ്ങളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക 2 നിലയിലാണ്. ഒന്ന് ദീപാലംകൃതമായ പാലങ്ങൾ, കോഴിക്കോട് ഫറോക്ക് പാലം മുതൽ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലെ പാലങ്ങൾ അങ്ങനെ ദീപാലംകൃതമാക്കി മാറ്റി അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ദൈനംദിനം ആ പാലങ്ങളിൽ വരുന്നു, സെൽഫി പോയിന്ന് ഫോട്ടോ എടുക്കുന്നു, അവിടെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നു. അവിടെ വലിയ നിലയിൽ പ്രാദേശികമായ കച്ചവടം ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന സ്ഥിതി. രണ്ടാമത്തെ രീതിയാണ് പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. നേരത്തെ സഭയെ അറിയിച്ചിട്ടുണ്ട് സർ. അതിൻ്റെ തുടക്കം കുറിച്ചത് കൊല്ലത്താണ് സർ. കൊല്ലത്ത് ഇപ്പോൾ പോയി നോക്കിയാൽ അറിയാം, കാട് പിടിച്ച സ്ഥലത്ത് ഈ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് വന്നു. അത് ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, വാക്ക് വേ, കുട്ടികൾക്ക് ഇരിക്കാനുള്ള പാർക്ക്, ചെസ്സ് കളിക്കാനുള്ള ബോർഡ്, പിന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള സ്ഥലം. ഈ നിലയിൽ പൊതുമരാമത്ത് വകുപ്പ് അതിൻ്റെ NOC DTPCക്ക് നൽകുകയും DTPC അതിൻ്റെ ഭാഗമായി കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി ചേർന്നുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത് സാർ. ഇതൊരു മോഡൽ പദ്ധതിയാണ് സാർ. ഇനി അങ്ങോട്ട് സർക്കാർ ഫെസിലിറ്റേറ്ററായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ MLA-മാരോടും അംഗങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങളാണെങ്കിൽ ഒരു സംശയമില്ലാതെ അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ PWD തയ്യാറാണ് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ നമുക്ക് ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യക്തികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് ഫണ്ടുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടത് മുന്നോട്ട് പോകാം. MLA-മാർ അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കണം. ഇന്നത്തെ കാലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിരവധി പ്രതിരോധങ്ങളിൽ ഒരു പ്രതിരോധം കൂടിയായി പൊതു ഇടങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടിന് കൂടി ഇത് ഉപകരിക്കും. ഇപ്പോൾ കൊല്ലത്ത് നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, വലിയ നിലയിലുള്ള ജനപങ്കാളിത്ത ജനങ്ങളാണ് അവിടെ ഉണ്ടാകുക. രാവിലെ മുതൽ രാത്രി ഒരു 1 മണി വരെയൊക്കെ ആൾ ആ സ്ഥലത്തുണ്ടാകുന്നു. ഇത് നമുക്ക് കേരളത്തിൽ നിരവധി പാലങ്ങളുണ്ട്. PWD ലിസ്റ്റ് ചെയ്തപ്പോൾ 60ഓളം പാലങ്ങൾ കേരളത്തിൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കാണുന്നത്. ഈ 60 പാലങ്ങളിലും അവിടുത്തെ ബഹുമാനപ്പെട്ട നിയമസഭാ അംഗങ്ങൾ തയ്യാറായി വന്നാൽ 2 കൈ നീട്ടി അവരെ സ്വീകരിച്ച് ആ പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. അതിന് അധിക സമയം വേണ്ട സാർ. ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനാകും. ഇപ്പോൾ തന്നെ 12 MLA-മാർ, 12 ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതും സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.